വായ് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മനസാക്ഷി കോടതിയിൽ സൂക്ഷിച്ച ഒരു കേസിൻ്റെ വിധി ഞാൻ നടപ്പിലാക്കാൻ പോവാ എന്ന് നമ്മുടെ തിലകൻ നരസിംഹത്തിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു വലിയ വിധി. അതുപോലൊരു വിധി ഒരു കാമുകൻ നടപ്പിലാക്കി. ആരോടാണെന്നറിയാമോ? സ്വന്തം കാമുകിയോട്. വല്ലാത്തൊരു വിധിയായിപ്പോയി കേട്ടോ. എന്തിനായിരിക്കാം സ്വന്തം കാമുകിയോട് 5 വർഷത്തിന് ശേഷം ഒരു കാമുകൻ അങ്ങനൊരു വിധി നടപ്പിലാക്കിയത്? ലോകത്ത് ഒരു കാമുകനും സ്വന്തം കാമുകിയോട് ഇമാതിരി പണി ചെയ്യല്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. ചെന്നൈയിലെ ഒരു ലോഡ്ജിലേക്ക് ഫൗസി ആഷിക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ആഷിക്കിന് പെട്ടെന്ന് ഫൗസിയെ കാണണം, ഇരിപ്പിൽ കണ്ടേ പറ്റത്തുള്ളൂ. എത്രയും പെട്ടെന്ന് ഈ ലോഡ്ജിലേക്ക് വരണം. ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ കാണാറൊക്കെ ഉണ്ട് കേട്ടോ. ആഷിക്കിൻ്റെ പ്രിയപ്പെട്ട കാമുകയാണ് നമ്മുടെ ഫൗസിയ. അവർ തമ്മിൽ +2 പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രേമമാണ്. ഭയങ്കര പ്രേമം എന്ന് പറഞ്ഞാൽ അസ്ഥി പിടിച്ച പ്രേമമുണ്ടല്ലോ, അമ്മാതിരി പ്രേമമാണ് ഈ ആഷിക്കും ഫൗസിയും തമ്മിൽ. ഇടയ്ക്ക് ഫോൺ വിളിക്കും, സമയമുള്ളപ്പോൾ നേരെ ചെന്നൈ പോയി ഈ ഫൗസിയെ കാണും. ഫൗസിയ ചെന്നൈയിൽ BSc നേഴ്സിംഗ് പഠിക്കുകയാണ്. നാട്ടിലാണ് നമ്മുടെ ആഷിക്കിൻ്റെ ജോലി എന്താണെന്ന് വ്യക്തമായിട്ട് അയാൾക്കും അറിയത്തില്ല, നാട്ടുകാർക്കും അറിയത്തില്ല. എന്തോ ഒരു ജോലിയുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രേമമാണ്. ഇപ്പോൾ ആഷിക്കിന് ഈ ഫൗസിയെ കണ്ടേ പറ്റത്തുള്ളൂ. ആ ഒരു വാശിയിൽ തന്നെയാണ് ചെന്നൈയിലേക്ക് വണ്ടി കയറിയത്. അങ്ങനെ ചെന്നൈയിൽ ഒരു റൂമൊക്കെ എടുത്ത് ഇങ്ങനെ അക്ഷമയോട് കാത്തിരിക്കുവാണ് ആഷിക്ക്. ആരുടെ വരവ് കാത്തുകൊണ്ട്? നമ്മുടെ ഫൗസിയുടെ വരവ് കാത്തുകൊണ്ട്. ഫൗസിക്കാണെങ്കിൽ ഒരു ധൈര്യം കേട്ടോ. വേറെ ആരെന്നല്ല വിളിക്കുന്നത്, തന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനാണ് വിളിക്കുന്നത്. അതായത് വീട്ടുകാരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള കല്യാണമാണ് ഇനി കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ നടക്കാൻ പോകുന്നത്. ആ ഒരു ധൈര്യത്തിലാണ് കാമുകനായ ആഷിക്ക് ഈ ഫൗസിയെ വിളിക്കുന്നത്. എന്തായാലും നമ്മുടെ ഫൗസിയ അണിഞ്ഞൊരുങ്ങി നമ്മുടെ ആഷിക്കിനോടൊപ്പം പോവുകയാണ്. എവിടെ? ആ ലോഡ്ജിലേക്ക്. കാരണം ആഷിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ലോഡ്ജിലേക്ക് എടുത്ത് തന്നെ വിളിക്കത്തുള്ളൂ. അങ്ങനെ കുളിച്ചൊരുങ്ങി നല്ല മിടുക്കിയായി സുന്ദരിക്കുട്ടിയായിട്ട് നമ്മുടെ ഫൗസിയ ആഷിക്കിൻ്റെ ആ റൂമിലേക്ക് ചെല്ലുകയാണ്. പക്ഷേ എന്നും കാണുന്ന പോലെ അല്ല കേട്ടോ. നമ്മുടെ ആഷിക്കിന് വല്ലാത്തൊരു മാറ്റം. ചിരിക്കുന്നില്ല, തലകുനിച്ചിരിക്കുന്നു, മുഖമൊക്കെ വലിഞ്ഞ് മുറുകിയിരിക്കുകയാണ്. ഫൗസിയ ആഷിക്കിൻ്റെ ഈ മാറ്റം ശ്രദ്ധിച്ച് സാധാരണയായിട്ട് തന്നെ കാണുമ്പോൾ വാരിപ്പുണരും കുശലം പറയും വന്ന കാര്യങ്ങളൊക്കെ ഇടതളവില്ലാതെ പറയുന്ന ആഷിക്ക് ഒരു അക്ഷരം പോലും തന്നോട് മിണ്ടുന്നില്ല. അവൻ ഒറ്റ ഇരിപ്പാണ്. ഇടയ്ക്ക് ഫൗസിയ അയാളുടെ മുഖത്തും തട്ടി. എന്തോ പറ്റിയേ? ഒരു മ്ലാനത പറ. ആഷിക്ക് തലയുർത്തി നോക്കുകയാണ്. അവൻ്റെ മുഖം വലിഞ്ഞു മുറുക്കി രക്തമയം പോലും ഇല്ല. അവൻ രൂക്ഷമായിട്ട് ഫൗസിയ ഒന്ന് നോക്കി. നീ എന്ത് വിചാരിച്ചടി? നിന്നെ ഞാൻ കെട്ടുമെന്നല്ലേ? കോടീശ്വരനായ ഞാൻ പിച്ചക്കാരിയെ നിന്നെ കെട്ടു. നീ ആള് കൊള്ളാമുള്ളേ. നീ ആള് വലിയ പുലിയാണല്ലോ. നീ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയത്? കഴിഞ്ഞ 5 വർഷമായി എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച പകയാണ് ഇന്ന് ഞാൻ നടപ്പിലാക്കാൻ പോകുന്നത്. എൻ്റെ കോടതിയിൽ നിനക്കുള്ള ശിക്ഷ ഇന്നാണ് നീ വിധിക്കുന്നതെന്നൊക്കെ പറഞ്ഞു സിനിമാ ഡയലോഗിനെ പോലും കടത്തി വിട്ടുന്ന കുറേ ഡയലോഗൊക്കെ അടിക്കുകയാണ്. ആദ്യം ഫൗസി അതൊരു തമാശയാണെന്ന് വിചാരിച്ചു. പക്ഷേ അതൊരു തമാശയല്ല, അവൻ വളരെ സീരിയസ് ആണ്. അങ്ങനെ ഓരോരോ സിനിമാ ഡയലോഗുകളൊക്കെ വെച്ച് അടിച്ച് കത്തി കയറുകയാണ് നമ്മുടെ ആഷിക്ക്. ഒന്നും അറിയാത്തൊരു മന്ദബുദ്ധിയെ പോലെ ഇങ്ങനെ വായം പൊളിച്ച് നിൽക്കുകയാണ് നമ്മുടെ ഫൗസിയ. പക്ഷേ ലവൻ്റെ മുഖത്ത് ചിരി മാറി, മുഖത്ത് മുഴുവൻ ക്രൂരഭാവം മാത്രമാണ്. പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ അവളുടെ കഴുത്തിൽ കിടന്ന് ആ ഷാൾ ഉപയോഗിച്ച് അവളുടെ കഴുത്ത് ഇങ്ങനെ വലിച്ചു മുറുക്കുകയാണ്. അവളിങ്ങനെ ശ്വാസം കിട്ടാതെ പിടയുകയാണ്. അവൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ല. തൻ്റെ ആഷിക്കല്ല ഇത്, വേറെ ആരോ ആണെന്നുള്ള ചിന്തയാണ് ഇവളുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ തൻ്റെ ആഷിക്കാണ് ഈ ക്രൂരപ്രവൃത്തി ചെയ്യുന്നതെന്നുള്ള കാര്യം അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ അവനൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അവൻ എന്താണോ മനസ്സിൽ കൽപ്പിച്ച് വന്ന് അവൻ അത് നടപ്പിലാക്കുകയാണ്. അവളുടെ കഴുത്ത് ഇങ്ങനെ മുറുക്കെ പിടിച്ച് അവളെ കൊന്നുകളഞ്ഞു. ആ ജട ഇപ്പോൾ നിലത്ത് കിടക്കുകയാണ്. അത് താങ്ങിയെടുത്തുകൊണ്ട് കട്ടിലേക്ക് ഒറ്റ ഏറായിരുന്നു. കട്ടിൽ നിർജ്ജീവമായിട്ട് കിടക്കുകയാണ് നമ്മുടെ ഫൗസിയുടെ മൃതശരീരം. അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. താൻ വർഷങ്ങളായിട്ട്, അതായത് 5 വർഷമായിട്ട് മനസ്സിൽ സൂക്ഷിച്ച പകയാണ് ഇന്ന് ആ ശരീരത്തിൽ താൻ നടപ്പിലാക്കിയത്. തൻ്റെ കോടതിയിൽ അതിനുള്ള ശിക്ഷ വിധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവന് വല്ലാത്തൊരു സന്തോഷം. പിന്നെ ചെയ്ത ക്രൂരപ്രവൃത്തി എന്താണെന്ന് അറിയാമോ? ആ ബെഡിൽ കിടക്കുന്ന ആ മൃതശരീരത്തിൻ്റെ ഫോട്ടോ മൊബൈലിൽ എടുക്കുകയാണ്. നല്ലൊരു ഫോട്ടോ എടുത്ത് അതിനുശേഷം ആ ഫോട്ടോ ആർക്ക് അയച്ചു കൊടുക്കുന്ന അറിയാമോ? ഫൗസിയയുടെ സ്വന്തം പിതാവിന്. ദാണ്ടറ നിൻ്റെ മോള് കിടക്കുന്നത്, നീ കണ്ട് രസിച്ചോടാന്നൊക്കെ പറഞ്ഞ് അടിക്കുറപ്പൊക്കെ തയ്യാറാക്കി ആ പിതാവിന് അയച്ചു കൊടുത്ത് ആ ജോലിയും പൂർത്തിയാക്കി. അതിനുശേഷം ഈ ദുഷ്ടനായ ഈ ആഷിക്ക് ചെയ്ത മറ്റൊരു പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോ തൻ്റെ സ്റ്റാറ്റസ് ആക്കുവാണ്. എന്ത് സ്റ്റാറ്റസ്? വാട്സപ്പ് സ്റ്റാറ്റസ്. 5 വർഷമായിട്ട് ഞാൻ മനസ്സ് സൂക്ഷിച്ച പക നടപ്പിലാക്കി, എൻ്റെ കോടതിയിൽ അവക്കുള്ള ശിക്ഷ വിധിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റാറ്റസ് ഒക്കെ തയ്യാറാക്കി അതും അയച്ചു കൊടുത്തു. സോഷ്യൽ മീഡിയ അല്ലേ നിന്ന നിപ്പി തന്നെ ലോകം മുഴുവൻ വാർത്ത അറിഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം പാവപ്പെട്ടൊരു പെണ്ണിനെ ആഷിക്കെന്ന് പറയുന്ന ആ വൃത്തിയോട്ടം കൊന്നുകളഞ്ഞത്? അതായിരുന്നു പിന്നീട് എല്ലാവരുടെയും ചോദ്യം. ആ ചോദ്യത്തിന് വ്യക്തമായിട്ടൊരു ഉത്തരവുണ്ടായിരുന്നു. ഒരു വലിയ പ്രതികാരമാണ് ആഷിക്ക് എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ അന്ന് നടപ്പിലാക്കിയത്. നിങ്ങൾ വിചാരിക്കുക ഇങ്ങനെ ഒരു പ്രതികാരം ഉണ്ടോ എന്ന്? ഇങ്ങനെ ഒരു പ്രതികാരമുണ്ട്. ഈ കഥ കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് ആ കഥ അറിയണമെങ്കിൽ കൊല്ലം ജില്ലയിലെ ആ മലയോര പ്രദേശമായ ഉറുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ ഒരു ഗ്രാമീണ സ്കൂള്,
ആ സ്കൂളിലാണ് ഫൗസിയും ആഷിഖ് എന്ന് പറയുന്ന ഈ രണ്ടുപേരും പഠിക്കുന്നത്. അറിയാലോ, കൗമാര പ്രായമാണ്, +2-നാണ് പഠിക്കുന്നത്. ഈ കൗമാരപ്രായത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണം തോന്നുന്ന പ്രായമാണ്. ആണിന് പെണ്ണിനും, പെണ്ണിന് ആണിനോടും ഒക്കെ വല്ലാത്ത ആകർഷണമായിരിക്കും. ശരി ഏതാ തെറ്റ് ഏതാ എന്നൊക്കെ പറയാൻ വിവേചിച്ചറിയാൻ പറ്റാത്ത പ്രായമാണ്. ഈ സമയത്താണ് പല അപകടങ്ങളിൽ ഈ കൗമാരക്കാർ ചെന്ന് പെടുന്നത്. ഇന്നത്തെ അറിയാമല്ലോ, MDMA-യും കഞ്ചാവും ഒക്കെ വലിക്കുന്ന കൗമാരക്കാരുടെ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. രക്തത്തിളപ്പെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ആ ഒരു പ്രായമാണ് നമ്മുടെ ആഷിഖിനും ഫൗസിയയ്ക്കും. എന്തായാലും രണ്ടുപേരും മനസ്സറിഞ്ഞ് ആ പ്രായത്തെ പോലും കടത്തി വെട്ടുന്ന വിധത്തിൽ അങ്ങ് പ്രേമിക്കുകയാണ്. ഒരു ദാക്ഷിണ്യമില്ല കേട്ടോ, മുടിഞ്ഞ പ്രേമം. നമ്മുടെ പക്വതയുള്ള ആൾക്കാർ പോലും ഇങ്ങനെ പ്രേമിക്കത്തില്ല. അങ്ങനെ പ്രേമം കയറി അങ്ങ് മൂത്ത് കേട്ടോ, രണ്ടുപേർക്കും പിരിയാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ പ്രേമത്തോട് പ്രേമം. നമ്മുടെ ഫൗസിയുടെ കുടുംബമാണെങ്കിൽ വളരെ സാധാരണപ്പെട്ടൊരു കുടുംബം കേട്ടോ. അച്ഛൻ ഗൾഫിൽ ചെറിയൊരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. 2 പെൺമക്കളാണ്. ആ പെൺമക്കളെ വളർത്താൻ വേണ്ടിയാണ് ആ പാവപ്പെട്ട മനുഷ്യൻ ഗൾഫിൽ ഇങ്ങനെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ആ കുടുംബം പോറ്റുന്നത്. സാധാരണപ്പെട്ട കുടുംബം. പക്ഷേ നമ്മുടെ ആഷിഖിൻ്റെ കുടുംബമാണെങ്കിൽ മറ്റേ സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിച്ചെന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സെറ്റപ്പാണ്. ഇഷ്ടം പോലെ കാശോട് കാശ്. ഒരവസ്ഥയിൽ ഈ ആഷിഖിന് ദേഷ്യം വന്നപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ TV അടിച്ചു പൊട്ടിച്ച ചരിത്രമാണ് ഈ ആഷിഖിനുള്ളത്. അപ്പോൾ പിന്നെ പറയാമല്ലോ, അവൻ്റെ സാമ്പത്തികത്തിൻ്റെ ഒരു ദൂർത്തെന്ന് പറയുന്നത് അത്രയും സെറ്റപ്പാണ് ഈ പയ്യന്. ചോദിക്കുന്ന പൈസ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അന്നേരം അവരെ അടിക്കും, തള്ളേ. അങ്ങനെ പേടിച്ചായിരിക്കുന്നു. ഇപ്പം കുറച്ച് ആളിന് ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അങ്ങോട്ട് പൈസ ചോദിച്ച് പൈസ കൊടുക്കാൻ ഞാൻ 1.5 ലക്ഷം രൂപയുടെ TV വരെ അടിച്ചു പൊട്ടിച്ചാണ് അവൻ. അങ്ങനെ കളി കാര്യമായി. എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത്? 16-കാരി പെൺകുട്ടി ഗർഭിണിയായി. എന്തോ ഒരു നാണംകേടല്ലേ, നമ്മുടെ സമൂഹമൊക്കെ അംഗീകരിക്കുമോ? ഒന്നാമത്തെ കാര്യം, ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇതിന് സംഭവമേ അറിയത്തില്ല. ഇങ്ങനൊരു പ്രണയമുണ്ട്, അത് കുറച്ച് മാറും, പ്രായത്തിൻ്റെ പക്വത ഇല്ലായ്മയല്ലേ എന്നൊക്കെയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ വിചാരിച്ചത്. പക്ഷേ ഇത് പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു, പെൺകുട്ടി പ്രസവിക്കുകയും ചെയ്തു. തീർന്നില്ലയോ? നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിഞ്ഞൊരു സംഭവമാണ്. ആകപ്പാടെ മാനം കെട്ട കേസ്. ഇതിനിടയ്ക്ക് പോക്സോ കേസാണ്. 16 വയസ്സേയുള്ള പെൺകുട്ടിക്ക് പോലീസ് പോക്സോ കേസിൽ ഈ ആഷിഖിനെ അകത്താക്കി. അങ്ങനെ ചെറുക്കൻ്റെ വീട്ടിൽ നാണക്കേട്, പെൺകുട്ടിയുടെ വീട്ടിൽ നാണക്കേട്. അങ്ങനെ നാണക്കേടോട് നാണക്കേട്. ഇതിനിടയ്ക്ക് പെൺകുട്ടി പ്രസവമെല്ലാം കഴിഞ്ഞ് അവളെ ഈ രായ്ക്ക് രാമൻ ആരും അറിയാതെ ചെന്നൈയിലേക്ക് BSc നേഴ്സിങ്ങിന് വേണ്ടി പഠിപ്പിക്കാൻ വിട്ടിരിക്കുകയാണ്. അവൾ എവിടെയോ പോയിരിക്കുകയാണെന്നാണ് നാട്ടിലൊക്കെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ആഷിഖിൻ്റെ വീട്ടുകാർ കൃത്യമായിട്ട് തപ്പിയെടുത്ത് പെൺകുട്ടി എവിടെയുണ്ടെന്ന്. ഇനിയിപ്പോൾ അവളുടെ മനസ്സ് മാറിയെങ്കിൽ മാത്രമേ ഇവനെ ജയിലിൽ നിന്ന് പുറത്തു വിടത്തുള്ളൂ. പോക്സോ കേസാണ്. അവനെ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ അവന് പഠിത്തമുണ്ട്, ജോലിയുണ്ട്, വിവാഹമുണ്ട്, കുടുംബമുണ്ട്, അതൊക്കെ പോകുന്ന കാര്യമാണ്. എങ്ങനെയെങ്കിലും അവളുടെ മനസ്സ് മാറ്റിയേ പറ്റി. ഇവിടെ മുതൽ കഥയ്ക്ക് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. ഈ ആഷിഖിൻ്റെ വീട്ടുകാർ നല്ല മിടുക്കനായ ഒരു വക്കീലിനെയും കൂട്ടിക്കൊണ്ട് നേരെ എങ്ങോട്ട് കയറുകയാ? ചെന്നൈയിലേക്ക് വണ്ടി കയറുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ നല്ലതുപോലെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. പെൺകുട്ടിയുടെ അമ്മയും അച്ഛനൊക്കെ പറയടി, കൊച്ചേ ഇങ്ങോട്ടൊക്കെ നിന്നെ ആര് കെട്ടാൻ വരാനാ? പറ, അവൻ നിന്നെ കെട്ടും. നീ ഇങ്ങനെ അവനെ ജയിലിൽ കെട്ടി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് മാറുമോ? നീ പറ, അവന് നിരപരാധിയാണെന്നൊക്കെ പറ കേട്ടോ, ഇല്ലെങ്കിൽ അവൻ ജയിലിൽ കിടക്കും, നിനക്ക് ആരും കിട്ടാതൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടിയുടെ മനസ്സ് അങ്ങനെ മാറ്റി. പെൺകുട്ടി ചിന്ത ശരിയാണ്, ഇനി തനിക്ക് ആകെയുള്ള പ്രതീക്ഷ അവൻ മാത്രമേ ഉള്ളൂ. അവൻ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ തനിക്കിന് ആരുമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് പെൺകുട്ടി കോടതിയിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരറിയാതെ ആ സത്യം വെളിപ്പെടുത്തുകയാണ്. എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി ആഷിഖല്ല, അവൻ നിരപരാധിയാണെന്നുള്ള മൊഴിയാണ് കോടതിയിൽ കൊടുത്തത്. അങ്ങനെ നിരപരാധിയായ എന്നാൽ അപരാധിയായിട്ടുള്ള ആഷിഖ് ഈ കേസിൽ നിന്നും മോചിതനാവുകയാണ്. അങ്ങനെ അവൻ ജയിൽ മോചിതനായിട്ട് പുറത്തേക്ക് വരികയാണ്. ജയിൽ മോചിതനായിട്ട് നടന്നു വരുന്ന ആഷിഖ് വെറുതെ അങ്ങ് നടന്നു വരികയല്ല കേട്ടോ, അവൻ്റെ മനസ്സിൽ കനത്ത പ്രതികാരമുണ്ട്. തൻ്റെ ജീവിതം നശിപ്പിച്ച് തൻ്റെ കുടുംബക്കാരെ നാണം കെടുത്തി ആ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ തൻ്റെ ജീവിതം എന്നേക്കുമായിട്ട് ജഗ പോക. തനിക്ക് നല്ല പെണ്ണിനെ കിട്ടും, വേറെ പാവപ്പെട്ട പെണ്ണ് തനിക്ക് എന്തിനാ, എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണം. അങ്ങനെ ആ പ്രതികാരവുമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് ഇപ്പോൾ ആഷിഖ്. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നല്ല ഒരു അഭിനേതാവായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ആര്? ആഷിഖ്. നല്ല സ്നേഹത്തോടെയാണ് ഫൗസിയോട് പെരുമാറുന്നത്. നിന്നെ നാളെ കേട്ടാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാം, നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രതീക്ഷകളാണ് ഈ ഫൗസിയയ്ക്ക് കൊടുക്കുന്നത്. ആ പാവം പെണ്ണ് ഇവനിൽ അങ്ങ് വിശ്വസിക്കുകയാണ്. തൻ്റെ ജീവിതം എന്തായാലും പോയല്ലോ, ഒരു കുഞ്ഞുമായി, തങ്ങൾക്ക് എങ്ങനെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കണം, അതിന് ആഷിഖിനെ കിട്ടിയേ പറ്റൂ. അങ്ങനെ ഇവൻ്റെ വെറുതെയുള്ള വാചകമടിയിലൊക്കെ ആ പെൺകുട്ടി വീഴുകയാണ്. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോയി 5 വർഷമായി. ഇവൻ്റെ മനസ്സിൽ ആ പ്രതികാരം ഇങ്ങനെ കത്തുകയാണ്. ഇപ്പോൾ ആലോചിക്കുക, അന്ന് +2 പഠിക്കുമ്പോഴാണ് ഇവർ പ്രേമത്തിലാവുന്ന കുഞ്ഞൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ പ്രായപൂർത്തിയായി, രണ്ടുപേർക്കും കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ ആയി. ഇനിയിപ്പോൾ ഇവളെ കൂടെ കൊണ്ടു കടന്നാൽ തൻ്റെ ജീവിതം എന്നേക്കുമായിട്ട് നശിക്കും. തനിക്ക് നല്ലൊരു ജീവിതം വേണം, തനിക്ക് നല്ലൊരു പെണ്ണ് വേണം. അതിനെന്ത് ചെയ്യണം? ഇവളെ ഒഴിവാക്കിയേ പറ്റൂ. അവസാന ആയുധം ഇവൻ പുറത്തെടുക്കുകയാണ്. ഇവൻ്റെ മനസ്സിലെ പ്രതികാരം ഇങ്ങനെ ആളി കത്തുകയാണ്. തന്നോടും തൻ്റെ കുടുംബത്തിനോടും ചെയ്ത പക നടപ്പിലാക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഫൗസിയെ ഇവൻ ഫോണിൽ വിളിക്കുകയാണ്. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ, നമ്മൾ കാണുന്ന ആ ലോഡ്ജിൽ റൂം എടുക്കണം, നീ അങ്ങോട്ട് വരണം.
വരണം. അങ്ങനെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ആഷിക്ക് നേരെ ചെന്നൈയിലെ ആ ലോഡ്ജിലേക്ക് വണ്ടി കയറുകയാണ്. അവിടെ ആ റൂമെടുത്ത് കാത്തിരിക്കുകയാണ്. ഒന്നും അറിയാത്ത നമ്മുടെ ഫൗസിയ ചിരിച്ചുകൊണ്ട് ആ റൂമിലേക്ക് വരുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവൻ്റെ പ്രതികാരം ആ റൂമിൽ നടപ്പിലാക്കുന്നു. എന്നിട്ട് അച്ഛന് ആ മെസ്സേജ് ഇട്ട് കൊടുക്കുന്നു. അവസാനമായിട്ട് 5 വർഷമായിട്ട് കൊണ്ടുവരുന്ന പക ഞാൻ നടപ്പിലാക്കി, എൻ്റെ കോടതി നിനക്കുള്ള ശിക്ഷ വിധിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസൊക്കെ ഇടുന്നു. അങ്ങനെ എന്നേക്കുമായിട്ട് അവളുടെ ശല്യം ഈ ലോകത്തു നിന്നും അവൻ ഇല്ലാതാക്കുകയാണ്. ഈ കുട്ടിയുടെ അടുത്ത് ഇവൻ യഥാർത്ഥത്തിൽ ഒരു പ്രതികാരം തന്നെയാണ് ചെയ്തത്. അവനൊരു പ്രണയവും ഉണ്ടായിരുന്നില്ല, ഒരു സ്നേഹവും ഒന്നുമില്ലായിരുന്നില്ല. ഈ പെൺകുട്ടിയെ നേരത്തെ ശല്യപ്പെടുത്തിയതിന് ഇയാളുടെ പേരിൽ കേസ് കൊടുത്ത് ഇയാൾ ജയിലിലൊക്കെ കിടന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ പേര് ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു. അയാള് ഇത് അവസരം കാത്തിരിക്കുമായിരുന്നു ഈ കുട്ടിയെ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി. പക്ഷെ അത് കുട്ടിയെ അത് മനസ്സിലാക്കാൻ പറ്റാതെ ഈ കഥ ഇങ്ങനെ സങ്കടത്തോടെ അവസാനിക്കുമ്പോൾ ഒരാൾ മാത്രം അനാഥനായി. അതാരാണെന്നറിയാമോ? ആ പാവം കുഞ്ഞല്ലേ. അവൻ അമ്മയും ഇല്ലാതായി, അച്ഛനും ഇല്ലാതായി. അതാണ് ഈ പ്രായത്തിൻ്റെ പക്വത ഇല്ലായ്മയിൽ കാണിക്കുന്ന പല പണികളും വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മളെ പിന്തുടരുന്നത്. അപ്പോൾ പിന്നെ അത് നികത്താനാവാത്ത മുറിവായിട്ട് അവശേഷിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അവന് വേണമെങ്കിൽ ആ പെൺകുട്ടി ഉപേക്ഷിക്കാമായിരുന്നു അല്ലേ, വേറെ ജീവിതം കിട്ടുമായിരുന്നു. ആ പെൺകുട്ടിയുടെ ജീവിതവും പോയി, അവൻ്റെ ജീവിതവും പോയി. ആ 2 കുടുംബക്കാരും ഇന്നും കണ്ണീരിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഓരോരോ പ്രായങ്ങളിൽ ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ കൃത്യമായിട്ട് തന്നെ ചെയ്തു പോവുക. അല്ലാതെ ഇമാതിരി പൊട്ടാത്തരങ്ങൾ കൗമാരപ്രായത്തിൽ കാണിച്ച് കൂട്ടലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.